നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾ ഇനിയും വരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ച നടപടികളിൽ ഓരോ ഘട്ടത്തിലും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയും ഉചിത നടപടി വേണമെന്നും നിലപാടെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി രംഗത്ത് വന്നതിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ സംസ്ഥാന നേതൃത്വം ഫോണിൽ ബന്ധപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടേതല്ല, മറിച്ച് കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്കാണ് കളങ്കമേറ്റിരിക്കുന്നത് എന്നും ശക്തമായ നടപടി അനിവാര്യമാണെന്നും വേണുഗോപാൽ അറിയിച്ചു. വിഷയം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അദ്ദേഹം അറിയിച്ചു. നടപടിയുമായി മുന്നോട്ട് നീങ്ങാൻ അവർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ജനപക്ഷത്തു നിന്നുള്ള നടപടിയാണ് വേണ്ടത് എന്ന സന്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിയത്. സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള കൂടിയാലോചനയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ നീക്കാൻ സാഹചര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. രാജി ചോദിച്ചു വാങ്ങില്ല എന്നും സ്വയം രാജി പ്രഖ്യാപനം നടത്തണമെന്നും രാഹുലിനോട് ആവശ്യപ്പെട്ടു. അധ്യക്ഷ പദത്തിൽ നിന്ന് നീക്കിയതോടുകൂടി വിവാദം കെട്ടിറങ്ങുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഇത് സൂചിപ്പിച്ചുള്ള പ്രതികരണം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്തുകയും ചെയ്തു. എന്നാൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ പുറത്തിറങ്ങിയതോടുകൂടി കൂടുതൽ നടപടി അനിവാര്യമാണെന്ന വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് എത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരും കർശന നടപടിയെടുത്തേ തീരുവെന്ന ഉറച്ച നിലപാടിലാണ്. സംസ്ഥാനത്ത് എന്തു തീരുമാനമെടുത്താലും ഞങ്ങൾക്ക് കൈയാണ് എന്ന സന്ദേശം ഹൈക്കമാൻഡ് കൈമാറി. പാർട്ടി എന്തു തീരുമാനിച്ചാലും അംഗീകരിക്കേണ്ടി വരുമെന്ന് രാഹുലിനെയും അറിയിച്ചു. കൂട്ടായ ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂവെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എടുത്തുചാടിയുള്ള നടപടികൾ വേണ്ടെന്നും സംസ്ഥാന നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. തീരുമാനത്തിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ പിന്നീട് ഭിന്നതയുണ്ടാകരുത് എന്നും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജാഗ്രതയും ഐക്യവും വേണമെന്നും മുന്നറിയിപ്പ് നൽകി. MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജിക്ക് പകരം സസ്പെൻഡ് ചെയ്യുന്നതാണ് ഉചിതമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് ഹൈക്കമാൻഡ് യോജിച്ചു. ഔദ്യോഗികമായി പരാതി പോലും ഇല്ലാതെ MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നീക്കമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. സമീപകാലത്ത് കോൺഗ്രസിൽ മറ്റാർക്കും ഉണ്ടാകാത്ത പതനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത്. ഉയർച്ചയുടെ വേഗം കൂടിയപ്പോൾ പതനത്തിന്റെ ആഴവും കൂടി. സാങ്കേതികത്വം പറഞ്ഞ MLA ആയി തുടരുന്നുണ്ടെങ്കിലും സസ്പെൻഷൻ നേരിട്ടതോടുകൂടി പാർട്ടിയുടെ സംരക്ഷണമില്ലാത്ത MLA ആയി രാഹുൽ മാറും. KSU പ്രവർത്തനം തുടങ്ങി 17ാം വർഷമാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായത്. സംസ്ഥാനത്തെ പാർട്ടിയാകെ പ്രചാരണ രംഗത്തിറങ്ങി MLA ആക്കി. 2006-ൽ KSUവിൽ അംഗമായ രാഹുൽ ആദ്യം I ഗ്രൂപ്പിലായിരുന്നു. പത്തനംതിട്ടയിലെ സംഘടനാ തർക്കങ്ങളുടെ പേരിൽ A ഗ്രൂപ്പിലേക്ക് എത്തി. 2011-ൽ ഒറ്റ ദിവസത്തേക്ക് KSU പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായെങ്കിലും ആ പുനഃസംഘടന അന്ന് തന്നെ മരവിപ്പിച്ചതിനാൽ ചുമതലയേൽക്കാൻ കഴിഞ്ഞില്ല. ഈ സംഘടനയിലാണ് ഷാഫി പറമ്പിലുമായി അടുക്കുന്നത്. 2020-ൽ ഷാഫിയുടെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ്, KPCC അംഗം. ചാനൽ ചർച്ചകളിലൂടെയാണ് ഈ രാഹുൽ സുപരിചിതനായത്. ഇത്തരം ചർച്ചകളിൽ പതിവുള്ള ബഹളത്തിന് നിൽക്കാതെ മികവോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രാഹുലിന്റെ വാക്ചാതുര്യം തന്നെയാണ് ആരാധകരെ ലഭിക്കാനും കാരണം. മുതിർന്ന നേതാക്കൾക്ക് കഴിയാത്തിടത്ത് പറഞ്ഞു നിൽക്കാനും പറഞ്ഞു ജയിക്കുവാനും രാഹുലിന് കഴിഞ്ഞതോടുകൂടി അവർക്കും അംഗീകരിക്കേണ്ടി വന്നു. BJPയിലെത്തിയതിന്റെ പേരിൽ പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ പിതൃത്വം പരാമർശിച്ച് പരിഹസിച്ചതും വിവാദമായി. യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഉപദേശിച്ച PJ കുര്യനെതിരെയുള്ള പരാമർശവും വിവാദമായി. പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് മറികടന്ന PV അൻവറിന്റെ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ അനുരഞ്ജനവുമായി എത്തിയതും ചർച്ചകളിൽ വന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോൾ വ്യാജ വോട്ട് ചേർത്ത് ജയിച്ചെന്ന പ്രചാരണവും അന്വേഷണവും ഉണ്ടായി. കേസ് ആവിയായതോടുകൂടി വീണ്ടും കരുത്തനായി. ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ പകരക്കാരൻ എന്ന നിലയ്ക്ക് ഷാഫി തന്നെ രാഹുലിനെ ഉയർത്തിക്കാട്ടി. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഒരിടത്തും ഔദ്യോഗിക പരാതികളില്ല. ഇരകളാക്കപ്പെട്ടവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുമില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലപാട് രാഹുൽ ആവർത്തിക്കുന്നത്. എന്നാൽ രാഹുലിന്റേതെന്ന നിലയിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ സ്ത്രീകളെ അദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന്റെയും വ്യക്തമായ സൂചനകളുണ്ട്. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് പരാതിയില്ലെങ്കിലും കടുത്ത നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെ കേന്ദ്രീകരിച്ച് ഏതാനും നാളുകളായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നുവെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന ഒരു യുവ നടി റിനി ആൻ ജോർജ് കഴിഞ്ഞ ആഴ്ച നടത്തിയ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന് മേൽ കുരുക്കായി മാറിയത്. രാഹുലിന്റെ പേര് പറയാതായിരുന്നു റിനിയുടെ ആരോപണം. മറ്റൊരു യുവതിയെ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു.
രാഹുൽ തനിക്ക് മോശം സന്ദേശം അയച്ചെന്ന ആരോപണവുമായി ട്രാൻസ്ജെൻഡർ അവന്തികയും മാധ്യമങ്ങൾക്ക് മുന്നെത്തി. യുവതിയെ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന രണ്ടാമത്തെ ശബ്ദ സന്ദേശം ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നതിന് പിന്നാലെ രാഹുലിനെതിരെ കർശന നടപടി വേണമെന്നും രാജിവെക്കണമെന്നും കോൺഗ്രസിനുള്ളിൽ തന്നെ മുറവിളി കൂടി. രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് മേധാവിയോട് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയ രാഹുൽ ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിച്ചെന്ന കാട്ടി എറണാകുളം സ്വദേശി ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയ പരാതിയാണ് കമ്മീഷൻ ഡിജിപിക്ക് കൈമാറിയത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെട്ടിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷനെ ഡയറക്ടർ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും.